الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأتباعه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. صدق الله مولانا العظيم. وفي الحديث النبوي الشريف: إن رسول الله صلى الله عليه وسلم كان يكره النوم قبل العشاء والحديث بعدها. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ശർറുകളിൽ നിന്നൊക്കെയുമുള്ള കാവൽ അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും സജീവ ശ്രദ്ധയിൽ വരേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ സൂചിപ്പിക്കുകയും നല്ലൊരു ഉപദേശം നമുക്ക് തരികയും ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാടുകളും സമൂഹത്തിൻ്റെ നടപ്പുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളിവിടെ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും അരമണിക്കൂർ മുമ്പ് ചില ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരും. അവർ വന്നിട്ട് ഈ ഭാഗത്തിൽ നിരതരാകുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. വേറെ കുറച്ച് ആളുകൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ജമാഅത്തിന് കണക്കാക്കിയിട്ട് ആ സമയത്താണ് പള്ളിയിലെത്തുന്നത്. അവർ ജമാഅത്ത് കഴിഞ്ഞിട്ട് പോകുന്നു. വേറെയും കുറച്ച് ആളുകൾ സാധാരണ സുബഹി ജമാഅത്തിന് വരുന്നവരാണെങ്കിലും ചിലപ്പോൾ വൈകി പോകുന്നു, ലാസ്റ്റിലേക്ക് എത്തുന്നു. ചിലപ്പോൾ സലാം വീട്ടി കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ പുറംപള്ളിയിൽ വെച്ച് നിസ്കരിച്ചു പോകും. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില ആളുകൾക്ക് പള്ളിയിൽ തന്നെ വരാൻ കഴിയുന്നില്ല. അവർ പകലന്തിയോളം പണിയെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇശാവ് നിസ്കരിച്ച് എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നാൽ പിന്നെ ബാങ്ക് കേൾക്കുമ്പോഴാണ് അവരെന്ന് ഉണരുന്നത് തന്നെ. അല്ലെങ്കിൽ ബാങ്കും കഴിഞ്ഞ് പള്ളിയിലെ ജമാഅത്തും കഴിഞ്ഞ് ഖള ആകുന്നതിന് മുമ്പ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ പതിവുള്ള ആളുകളാണ്. വാസ്തവത്തിൽ ഒരു മുസൽമാൻ രാത്രി മുഴുവനും ഉറങ്ങിത്തീർക്കേണ്ടതല്ല. രാത്രിയുടെ ഒരല്പം അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ അല്പമെങ്കിലും നീക്കി വെക്കണമെന്നാണ്. രാത്രിയുടെ ഏകദേശ ടൈമും ഇബാദത്തിന് നീക്കുന്ന എത്രയോ മഹാന്മാരാണ്. അതല്ലെങ്കിലും ഈ കൂലി വേലക്കാരും അതുപോലെ വേറൊരുപാട് തിരക്കുകളിൽ വ്യാപൃതരാകുന്നവരും അവർ ഈ രാത്രിയിൽ ഉറക്കൊഴിച്ച് എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് വല്ല പോംവഴിയും ഉണ്ടോ എങ്കിൽ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മഹാനവറുകൾ നമുക്ക് മുമ്പിൽ വെക്കുന്നൊരു നിർദ്ദേശം. അത് മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്: ഹാഫിള് അലാ അർബഇ റക്അാത്തിൻ ബഅദ സ്വലാത്തിൽ ഇശാ ഫഇന്ന ഫീഹാ ഫളൻ കസീറാ ലിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം അർബഉൻ ബഅദൽ ഇശാഇ കമിസ്ലിഹിന്ന മിൻ ലൈലത്തിൽ ഖദർ. ബഹുമാനപ്പെട്ടവർ പറയാണ്, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാൻ കഴിയാറില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളാണ് എങ്കിൽ അയാൾക്ക് തഹജ്ജുദിന്റെ ആ പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മഹാനവറുകൾ നിർദ്ദേശിക്കുന്ന ഇശ കഴിഞ്ഞതിന്റെ ശേഷം ഒരു 4 റക്അത്ത്, രണ്ടോ ആയിട്ട് ഒരു 4 റക്അത്ത് നിസ്കരിക്കുക. അത് നീ സൂക്ഷിച്ച് ചെയ്യുക. ഏതായാലും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിക്കാനാവുന്നില്ല, 4 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ ഒരു 4 റക്അത്ത് നിസ്കരിക്കുന്നതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട്, ബഹുമാനങ്ങളുണ്ട്. എന്തുകൊണ്ട്? തിരുനബിയുടെ ഹദീസ് ഉണ്ട്, അർബഉൻ ബഅദൽ ഇശാ, ഇശ കഴിഞ്ഞിട്ട് ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദറിലെ 4 റക്അത്തിന് തുല്യമായിട്ടുള്ള പ്രതിഫലം നിനക്ക് ആ നിസ്കാരത്തിന് കിട്ടും. എന്താണ് അദ്ദേഹം കാണിക്കുന്ന ഒരു പരിഗണന? എനിക്ക് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കില്ല, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്.
നേരം വെളുത്ത് പണിക്ക് പോകേണ്ടതാണ്, രാത്രി ഉറങ്ങിയാലേ പണിക്ക് പോകാനുള്ള ആവേശവും ഉന്മേഷവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് രാത്രി ഉറങ്ങണം എങ്കിൽ പിന്നെ ഇശ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് കിടക്കുക. എന്നാൽ എന്തായി, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിസ്കരിച്ച കണക്കെ ഈ 4 റക്അത്തിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. കാരണം അവൻ അത്രയും ബഹുമാനം എന്തിനു കൊടുക്കുന്നുണ്ട്? തഹജ്ജുദ് നിസ്കാരത്തിന് കൊടുക്കുന്നു. അത് കഴിയാതെ പോകുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് പരിഹരിക്കാനാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് കൂലി കൂടുതൽ കിട്ടും. ഇങ്ങനെ പതിവാക്കിയാൽ തഹജ്ജുദ് നിസ്കരിക്കുക, എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് പരിഹരിക്കാനുള്ള മാർഗം മഹാനവറുകൾ തന്നതാണ്. ഇങ്ങനത്തെ നിസ്കാരമൊക്കെ നിലനിർത്തുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകലിലെ പൂർവ്വഹന നിസ്കാരം, ദുഹ, അതേപോലെ തന്നെ മഗ്‌രിബിന്റെ ശേഷമുള്ള അവ്വാബി നിസ്കാരം, അതേപോലെ തന്നെ പിന്നെ രാത്രിയിൽ നിസ്കരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള വലിയൊരു ഓഫർ അതാണ് സജദ സൂറത്തിന്റെ ആയത്തിൽ പറയുന്നത്. ഒരാളും അവർക്ക് വേണ്ടി ഒളിച്ചു വെക്കപ്പെട്ടത് അറിയില്ല. മിൻ ഖുർറത്തി അയ്ൻ, അവരുടെ കണ്ണ് കുളിർക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പണിയെടുത്തതിന് പ്രതിഫലമായിട്ട് അവരെ കണ്ണ് കുളിർത്തു പോകും. അങ്ങനെയുള്ള പ്രതിഫലം അവർക്ക് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് ആരും അറിയില്ല എന്ന്. അഥവാ നമുക്കറിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത, വിചാരിച്ചതിനും അപ്പുറം നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന വിധത്തിൽ വലിയ പ്രതിഫല കൂമ്പാരം അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത് ഇന്നലെ നമ്മൾ ഓതിയതാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് അവര് പോയി നിസ്കരിക്കും, ഭക്തിയോടുകൂടി നിസ്കരിക്കും, വളരെ പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിൽ ആഗ്രഹം കൊണ്ടുകൊണ്ട് അവർ ആ നിസ്കാരം നിർവഹിക്കും. അവർക്ക് നമ്മൾ പ്രദാനം ചെയ്ത സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കും. അങ്ങനെയുള്ള ആളുകൾ ഓർക്ക് അതിനെ പറ്റിയായി പറയുന്നത്, ഓർക്ക് ഒരാൾക്കും ഊഹിച്ചാൽ എത്താത്ത വിധത്തിലുള്ള വലിയ പ്രതിഫല കൂമ്പാരം അവർക്ക് അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാരും അറിയില്ല, കിട്ടാൻ പോണുള്ളൂ എന്നാണ് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തത്. ഈ വാഗ്ദത്തം ചെയ്ത വാഗ്ദാനം ഏതിന് ബാധകമാണെന്നാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറയുന്നത്. ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിക്കാതെ പോകുന്ന ആളുകൾ അതിൻ്റെ ഒരു പരിഹാരം എന്നോണം ഇശ നിസ്കാരത്തിന്റെ ശേഷം ഒരു 2-2 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ തഹജ്ജുദും ഇല്ല, എന്നാ അതിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന സുന്നത്ത് നിസ്കാരം അതുമില്ല, എന്നാ വേഗം ഉറങ്ങുന്നുണ്ടോ അതുമില്ല. അതാണ് നമ്മളുടെ അവസ്ഥ. അവിടെയാണ് ബഹുമാനപ്പെട്ടവർ ട്രീറ്റ് ചെയ്യുന്നത്, മോനെ ഇശ നിസ്കാരത്തിന്റെ സമയം ഒന്നുകൂടി ശ്രദ്ധിക്കാറുണ്ട്. ഒന്നുകിൽ ഈ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാം, അല്ലെങ്കിൽ വേഗം കിടന്നുറങ്ങണം. എന്താ കാരണം? ഇശാഇന്റെ ശേഷം അനാവശ്യ സംസാരങ്ങളിലോ അനാവശ്യ പ്രവൃത്തികളിലോ ഏർപ്പെടുന്നത് തീരെ ശരിയല്ല. ബഹുമാനപ്പെട്ടവർ പറയാം, യുക്റഹുൽ ഹദീസു വൽ കലാമു ബഅദ സ്വലാത്തിൽ ഇശ. ഇശ കഴിഞ്ഞതിന്റെ ശേഷം വർത്താനം പറഞ്ഞിരിക്കുന്നത് കറാഹത്താണ്. കറാഹത്തൻ ശദീദത്തൻ, കടുപ്പുള്ള കറാഹത്താണ്, സാധാ കറാഹത്തല്ല. എന്ന് പറഞ്ഞാൽ ഹറാമല്ലാന്ന് മാത്രമേ, ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ, അത്രയും ഗൗരവമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് അത് വരാൻ പാടില്ല. ഇനി വർത്താനം പറയുകയാണെങ്കിൽ, മിണ്ടി പറയുകയാണെങ്കിൽ അത് ഏത് കാര്യത്തെ കുറിച്ചായിരിക്കണം? വല്ല ഹൈറുമുള്ള കാര്യത്തെ കുറിച്ചായിരിക്കണം, നന്മ ഉള്ള കാര്യം. സത്യമായ കാര്യങ്ങളോ നന്മ നിറഞ്ഞ കാര്യങ്ങളോ ഒക്കെ ആവണം. അത് ഏതുപോലെ? അറിവ് പഠനം നടത്തുക, അറിവ് വഴന്നു പറഞ്ഞു കൊടുക്കുക, കിതാബ് ഇങ്ങനെ വായിച്ചു നോക്കുക, പഠിക്കാനുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. അതുപോലുള്ള ഗുണകരമായ പ്രവൃത്തികൾ അല്ലാതെ വേറുള്ള സ്വറപറച്ചിലുകളിൽ ഏർപ്പെടുന്നത് അങ്ങേയറ്റം കടുത്ത കറാഹത്താണ്. ഒരിക്കലും നമ്മളത് ചെയ്യരുതേ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ, വീട്ടിലാണെങ്കിൽ പോലും എന്റെ മൊബൈലിൽ തന്നെ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകാൻ പറയാൻ പറ്റുന്നില്ല. വേറെ ചില ആളുകൾ രാത്രിക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കടകളിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് സ്വറ പറഞ്ഞിട്ട്
12 1 മണി സമയം വരെ അങ്ങാടി തന്നെ. ആലോചിച്ച് നോക്കി, കടകളൊക്കെ അടച്ചു പോയിട്ടുണ്ടാവും, ടൗണൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇവരുറങ്ങില്ല. ഇവരിങ്ങനെ അവിടെ ഇവിടെയും പതുങ്ങി നിന്നിട്ട് പലരും പറഞ്ഞ് അല്ലെങ്കിൽ പല ഏർപ്പാടുകളിലും ഏർപ്പെട്ട് രാത്രി നേരത്തെ വീട്ടിലെത്താതെ 12:30 1 മണി സമയത്തൊക്കെ വന്ന് കിടന്നിട്ട് അങ്ങനെ സുബഹിയില്ല, വേറൊന്നുമില്ല, നായി ഉറങ്ങുമ്പോലെ അങ്ങനെ ഉറങ്ങിപ്പോവാ. നായിന്റെ ഒരു സ്വഭാവമുണ്ട്, സുബഹി വരെ ഓടി നടക്കും, സുബഹിക്ക് ഒറ്റ കിടത്തുറക്കാൻ. അപ്പൊ പ്രധാനപ്പെട്ട സമയം ഉറങ്ങിപ്പോയി പോകുക എന്നുള്ളതാണ്. ഇത്രയും മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുവരുന്നത്. അതൊരിക്കലും ശരിയല്ല. അള്ളാഹുവിന്റെ തിരുദൂതർ പറയും, നോക്കൂ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ തിരുദൂതർ കാന യക്റഹു നൗമ ഖബലൽ ഇശാ, ഇശാഇന്റെ മുമ്പ് ഉറങ്ങുന്നത് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ വെറുത്തിരുന്നു. ഇശാന്റെ മുമ്പ് ഉറങ്ങുക, ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു. ഇശ കഴിഞ്ഞാൽ പിന്നെ വർത്താനം പറയുന്നതും വെറുത്തിരുന്നു. എന്നെ മിണ്ടി പറയാന്ന് പറയാം, എന്തെങ്കിലുമൊക്കെ ചെല്ലി പറഞ്ഞിട്ട് ഉറങ്ങാന്നല്ലാതെ മിണ്ടി പറയാന്ന് പറയാം. ഇനി മിണ്ടി പറയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈറായ കാര്യങ്ങളായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്ന് അവരോട് വർത്താനം പറയണം, ഒരു കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ഭാര്യമാരുമായിട്ട് സന്തോഷത്തിന്റെ വർത്താനം, സല്ലാപ വർത്തമാനം പറയണം, അതിനും തെറ്റില്ല. കാരണം അതൊക്കെ ഹൈറായതും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതുമാണ്. അങ്ങനെയുള്ളതും അല്ലാതെയുള്ള വർത്തമാനം പറഞ്ഞ് നേരം പോക്കുന്നത് ഇശാന്റെ ശേഷം ഒട്ടും ഉചിതമല്ല എന്നുള്ള പാഠമാണ് അബ്ദുല്ലാഹി തങ്ങൾ തന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ചെവികൊള്ളണം. ഈ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും മൂന്നും നന്നാകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഓർമ്മിച്ച് കുറച്ചൊക്കെ ഒരു ശ്രദ്ധയിലുള്ള ജീവിതം നമ്മളും നമ്മുടെ മക്കളും കുടുംബവും നമുക്ക് നയിക്കണം. അള്ളാഹു അതിനൊക്കെ വിധി കൂട്ടിത്തരട്ടെ. റബ്ബേ, നീ ഞങ്ങളെയൊക്കെ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങൾക്കൊക്കെ ദീർഘായുസ് ആരോഗ്യത്തോടു കൂടി തരണേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, അവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ, അതോടൊപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം റഹ്മാനെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.